പക്ഷെ അതിൽ ആൾക്കാർക്കെതിരെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മേ ബി അതിൽ ഈ CJP-യുടെ ആക്ച്വൽ പ്രൊട്ടസ്റ്റിന് വേണ്ടി വന്നവരല്ലാത്തവരും ചിലവരുണ്ട്. അവരൊക്കെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ മറവിൽ പ്രൊട്ടസ്റ്റിന് ഇത്തിരിയുടെ വയലൻ്റ് ആക്കുകയാണ്. അതെ, ഈ സ്റ്റുഡൻസിൻ്റെ മൂവ്മെൻറ്റ് പല രീതിയിലും രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളൊരു പേടി റൂളിംഗ് പാർട്ടിക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി ആണെങ്കിൽ അവർക്കൊരു അജണ്ട ഉണ്ടെന്ന് പറയുന്നു. കുറച്ച് ഗ്രൂപ്പ് അവിടെ മാറിയിട്ടുണ്ട്. അവരുടെ ഡൽഹി വെള്ളം കുപ്പിയോട് ഒറ്റ വീക്ക് അവരത് എവിടെന്നാ അറിയാം. അവർ സീരിയസ് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് എവിടെന്ന് പോലീസുകാരോ എന്തോ എറിഞ്ഞാന്ന് വിചാരിച്ചാൽ അവരവിടെ ഭയങ്കര പ്രശ്നമായി. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഒക്കെ തുറക്കുമ്പോൾ തന്നെ അതിൽ 10 റീൽ വന്നു. അതിൽ 9 എണ്ണം എന്താണ് ജന്തർ മന്ദിറിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രൊട്ടസ്റ്റിന്റെ റീൽസാണ് വരുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എന്നാലും ഉള്ളവർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടൊരു സംഭവം ചെയ്തു. അതെ, അതായത് കുറേ പേര് ഇതിനെ അഗെയിൻസ്റ്റ് നിൽക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ന്യൂട്രലായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് എന്താ സംഭവം അറിയാത്തവരുണ്ട്. അപ്പം ഇതിനെ ഇത് ഒരു പ്രൊട്ടസ്റ്റായിട്ട് തുടങ്ങിയത് നീറ്റിൻ്റെ ആണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള പല മൂമെൻറ്റ്സും ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നീറ്റ് എക്സാം പ്രഖ്യാപിക്കുകയും അതിന് ഒരു 10-22 ലക്ഷം പേര് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുകയും എന്നിട്ട് ആ ചോദ്യപേപ്പർ ലീക്ക് ആവുകയും പിന്നെ അത് ആ എക്സാം ക്യാൻസൽ ചെയ്ത് അപ്പോൾ തന്നെ സ്റ്റുഡൻസിൻ്റെ മെൻറ്റാലിറ്റി പകുതി പോയി. കാരണം ഭയങ്കര പ്രിപ്പറേഷനാണ് ഇതിന്. ഉറക്കമൊന്നും ഇല്ലാണ്ട് ഫുഡൊന്നും ഇല്ലാണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം. ദിവസം 13-16 മണിക്കൂർ അതിനുവേണ്ടി പഠിച്ച് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ റേഞ്ചിൽ എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അത് കഴിഞ്ഞിട്ട് റീഷെഡ്യൂൾ ചെയ്തു എക്സാം. എന്നിട്ട് അതിൽ ആദ്യം ചെയ്ത അത്രയും പിള്ളേർ വന്നില്ല. ഇതിൽ ആ റീഷെഡ്യൂൾ പ്രഖ്യാപിച്ചതോടെ 20ഓളം കുട്ടികൾ ആത്മഹത്യയും ചെയ്തു. അപ്പോൾ ഈ വിഷയമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയായിട്ട് നിൽക്കുന്നതും. സോ അത് സിസ്റ്റം ഫെയിലിയർ ആണോ, എഡ്യൂക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ട് അത് കുറച്ച് ഓഫീസേഴ്സും സിസ്റ്റം നമുക്ക് അതിന്റെ കേസ് അന്വേഷിക്കുകയും കുറച്ചുപേരൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം, സുതാര്യത വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ആൾക്കാർ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റുഡൻസ് ഇവിടെ ജന്തർ മന്ദിർ. അതിന്റെ ഇടയിൽ അതിനും പോരാണ്ട് ചീഫ് ജസ്റ്റിസ് ഒരു മിസ്കോട്ട് ചെയ്തു. ഇവരെയൊക്കെ കോക്രോച്ച് എന്ന് വിളിച്ചു സ്റ്റുഡൻസിനെ. അപ്പം ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയാണ് CJP വന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി പാർട്ടിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പാർട്ടി അല്ലാതെ സ്റ്റുഡൻസിന്റെ യൂത്തിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്. അത് ഫോം ചെയ്തതും അതിപ്പോ ജന്തർ മന്ദിറിൽ അവരാണ് ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ലീഡ് ചെയ്യാൻ നിൽക്കുന്നത്. അവർക്ക് ചിലവർ പറയണ്ട അവർ ഫണ്ടഡ് ആണെന്ന്. ഫണ്ടഡോ അല്ല എന്തെങ്കിലും ആവട്ടെ, അവർ ചെയ്യുന്ന ഉദ്ദേശമാണ് നമ്മൾ പറയുന്നത്. അവരെന്തിനു വേണ്ടിയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതില് ആൾക്കാർക്കെതിരെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മേ ബി അതിൽ ഈ CJP-യുടെ ആക്ച്വൽ പ്രൊട്ടസ്റ്റിന് വേണ്ടി വന്നവരല്ലാത്തവരും ചിലവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ വെറുതെ ഷോ കാണിക്കാൻ റീൽ എടുക്കാനും ഒക്കെ പോകുന്നവരുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ വേറെ പാർട്ടിക്കാർ ഇതൊരു മുതലായിട്ടെടുത്ത് ഇതിൻ്റെ ഇടയിൽ റൂളിംഗ് പാർട്ടിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്കാരുണ്ട് വേറെ. അവരൊക്കെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ മറവിൽ പ്രൊട്ടസ്റ്റിന് ഇത്തിരിയുടെ വയലൻ്റ് ആക്കുകയാണ്. അതെ, സ്റ്റുഡൻസ് ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്നുള്ള ഈ സ്റ്റുഡൻസിൻ്റെ മൂവ്മെൻറ്റ് പല രീതിയിലും രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളൊരു പേടി റൂളിംഗ് പാർട്ടിക്ക് ഉണ്ടാവും. BJP എന്ന റൂളിംഗ് പാർട്ടി അല്ല, ഡെമോക്രസിയിൽ അത് അലൗഡ് ആണല്ലോ. നമ്മള് എല്ലാവർക്കും റൂളിംഗ് പാർട്ടി എന്ത് പറയുന്നത് ശരിയെന്ന് പറയേണ്ട ആവശ്യമില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം. നമുക്ക് പറയാം. ഇതിന്റെ കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നടക്കുന്നത്. ന്യൂസ് ചാനലിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടേഴ്സ്, ഇത്രയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. രാജ്യത്തൊരു മൂവ്മെന്റ് നടക്കുമ്പോൾ അതിന് സ്റ്റുഡൻസിന്റെ കൂടെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പറഞ്ഞു, ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്യണതും പ്രൊട്ടസ്റ്റിന്റെ അവര് ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള അതായത് അപ്പുറത്തൊരു സൂയിസൈഡും പേപ്പർ ലീക്കും ഈ നീറ്റിന്റെ മാത്രമല്ല കേട്ടോ, അതിന് മുമ്പുള്ള കുറെ എക്സാമിന്റെ ലീക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് അവരുടെ പ്രൊട്ടസ്റ്റ് ന്യായമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഓരോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് റീലൊക്കെ ഇട്ട് പ്രൊട്ടസ്റ്റിന് പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ച് കളിച്ച് അവിടെ പോയി കുറെ റീലുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ സീരിയസ്നെസ് കുറയും. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോ ഈ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് എന്നൊക്കെ ന്യൂസിൽ പറയണം. ഈ ശരി ജെൻസി പ്രൊട്ടസ്റ്റ് അവരുടെ വില തന്നെ അത് പോണേ. ഇവര് റീലെടുക്കുകയും ഓരോ ഇത് കണ്ടു. നോർത്ത് ഇന്ത്യൻ ആ ഹിന്ദി പറയുന്ന ആൾക്കാരാണ്. അവര് ഇതിന്റെ ഇടയിൽ വെറുതെ വെള്ളമൊക്കെ കുടിച്ച് നിന്നിട്ട് കുറച്ച് ഗ്രൂപ്പ് അവിടെ മാറിയിട്ടുണ്ട്. അവരുടെ ഡൽഹി വെള്ളം കുപ്പിയോട് ഒറ്റ വീക്ക്
അവരത് എവിടെന്നാ അവര് സീരിയസ് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് എവിടെന്ന് പോലീസുകാരോ എന്തോ എറിഞ്ഞാന്ന് വിചാരിച്ചാൽ അവരവിടെ ഭയങ്കര പ്രശ്നമായി. എന്നുവെച്ചാൽ ഇതൊരു ട്രെൻഡല്ല, ശരിക്കും ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ആണ്. അപ്പം അതിൻ്റെ സീരിയസ്നെസ്സിൽ എല്ലാവരും കാണുക, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ പ്രശ്നം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് ഒരു ലീഡർ ഇല്ല പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. സ്റ്റുഡൻസിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് ഒരാളില്ല, ഒരു ഗ്രൂപ്പ് അത്ര. എങ്ങനെയാണ് പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി ആണെങ്കിൽ അവർക്ക് ഒരു അജണ്ട ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ അജണ്ട ഉണ്ട്, ഫണ്ടിങ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വേറെ പാർട്ടി. നമുക്ക് അതിനെപ്പറ്റി ഒരു കൺഫേംഡ് ആയിട്ട് പറയാനുള്ള തെളിവില്ല. ഇപ്പം നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നീറ്റ് എക്സാമിന്റെയും ഇതിനു വേണ്ടിയാണ്. ഫണ്ടിങ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുക, അജണ്ട ഉണ്ടാവാതിരിക്കോ, ബട്ട് അവരുടെ പ്രൊട്ടസ്റ്റിനുള്ള കാരണം ന്യായമാണ്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റിനുള്ള കാര്യം അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുക. അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവിടെ പോവുക, റീൽ എടുക്കുക, കുറെ റീച്ച് ഉണ്ടാക്കുക, അങ്ങനെയല്ല. ട്രെൻഡിന്റെ പിന്നാലെ ഒരിക്കലും പോകരുത്. ആ ആവശ്യം എന്താണോ അത് ന്യായമാണോ എന്ന് കറക്റ്റ് അന്വേഷിക്കുക. ന്യായമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് പ്രതികരിക്കാം, എങ്ങനെ ചെയ്യാം. പക്ഷെ അത് ഒരിക്കലും പിന്നെ കുറെ പേര് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ഇടുന്നുണ്ട്. അതൊന്നും ബ്ലൈൻഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. എന്ത് ന്യൂസ് ആയാലും ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു ന്യൂസ് ആയിരിക്കാം ചിലപ്പോൾ വരണം. ആ ന്യൂസ് ആയാലും പോലും ക്രോസ് ചെക്ക് ചെയ്യുക, പല സ്ഥലത്തും അന്വേഷിക്കുക അത് ശരിയാണോ, എന്നിട്ട് ശേഷം മാത്രം അത് ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ.